എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ വീട്ടിലുള്ള ഒരു ഉപകരണമാണ് ടി വി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ടെലിവിഷൻ. നമ്മൾ മിക്ക ആൾക്കാരുടെ വീട്ടിലും ഉള്ള ഒരു ഉപകരണം തന്നെയാണ് ഈ ടെലിവിഷൻ. നമുക്ക് ഈ ടി വിയിലൂടെ തന്നെ നമുക്ക് ഒരുപാട് ഉപകാരമുണ്ട്. കാരണം നമുക്ക് വാർത്ത കാണാം, നമുക്ക് സിനിമയും കാർട്ടൂണുകളൊക്കെ കാണാം, അങ്ങനെ പാട്ടുകളൊക്കെ ഇടയ്ക്ക് കേൾക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ഉപകാരമുള്ള ഒരു ഉപകരണം തന്നെയാണ് ടി വി. പ്രത്യേകിച്ചും ടി വികൾക്കൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ 70കളിലും 80കളിലും 90കളിലാണ് കൂടുതൽ പ്രചാരം കിട്ടിയതും. അത് മുഖാന്തരം നമ്മുടെ വീട്ടിലൊക്കെ, നമ്മുടെ മിക്കവരുടെയും വീട്ടിലോട്ട് ആ ഒരു കാലത്താണ് ടി വികളുടെ എണ്ണം കൂടി വന്നത്. ഇപ്പോൾ ഇപ്പം ടി വി ഇല്ലാത്തവരുടെ വീടുകൾ വളരെ കുറവാണ് പൊതുവെ. ഇപ്പോൾ സ്മാർട്ട് ഫോണും മറ്റുമൊക്കെ വന്നതുകൊണ്ട് ടി വിക്ക് ഇപ്പം വലിയൊരു പഴയൊരു കാലത്തുള്ളത് പോലത്തെ ഒരു സ്വീകാര്യതയില്ല. പക്ഷെ എന്നാലും ടി വി ഇപ്പോഴും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഉപകരണമായിട്ട് തന്നെയാണ്, ഒഴിച്ചുകൂടാൻ കഴിയാത്തൊരു ഗ്രഹോപകരണമായിട്ടാണ് ഇന്നും നിലനിൽക്കുന്നത്. നമ്മൾ നോക്കുവാണെങ്കിൽ ടി വിക്ക് ഒരുപാട് ചരിത്രമുള്ള ഒരു ഉപകരണമാണ് ടി വി. നമ്മളിങ്ങനെ ആസ്വാദ്യകരമായ കാര്യങ്ങൾ കാണാനും, ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ കാണാനും, വാർത്ത കാണാനും, സിനിമകളൊക്കെ കാണാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഉപകരണത്തിന് ഇത്രയും ചരിത്രങ്ങളുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് പോകുന്നൊരു നിമിഷം. അതായത് ടി വിയുടെ ചരിത്രം കൃത്യമായിട്ട് തുടങ്ങുന്നത് 19ാം നൂറ്റാണ്ട് അവസാനമാണ്. അതായത് കൃത്യമായിട്ട് പറയുവാണെങ്കിൽ 1880കളിലാണ്. അതായത് അതിലും കൃത്യമായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ 1884 ഒക്കെ ആ ഒരു ടൈം മുതലാണ്, ആ ഒരു കാലഘട്ടം മുതലാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് 21ാം നൂറ്റാണ്ട് മുതൽ, അതായത് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം വരെ, അതായത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയം വരെയും ഇനി അങ്ങോട്ടും ഉള്ള ഒരു ഉപകരണം ഇപ്പോഴും നമ്മുടെ വീട്ടിലെല്ലാം ഇപ്പോഴും സ്ഥാനം പിടിക്കുന്ന, ഇപ്പോൾ കാലത്തിനനുസരിച്ച് ടി വിക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യകാലത്ത് നമ്മൾ കൈ കൊണ്ട് കറക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ ഒരു ട്രാൻസിസ്റ്ററൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു ടി വി ആയിരുന്നു. അതായത് നമ്മൾ പെട്ടി ടി വി എന്നൊക്കെ പറയുന്നതിൻ്റെ അതിൻ്റെയും ആദ്യ മോഡലാണ്. ഇതിനകത്തൊക്കെ നമുക്ക് ഇമേജൊക്കെ കടത്തുന്ന അല്പം പ്രയാസം പിടിച്ചൊരു പരിപാടിയായിരുന്നു. അവിടെ നിന്ന് തുടങ്ങി ഇന്ന് കാണുന്നത് നമുക്ക് അതിനകത്ത് ടി വിക്കകത്ത് വേണമെങ്കിൽ യൂട്യൂബ് ഇടാം, നമുക്ക് ഗൂഗിൾ ടി വി ആണ്, സ്മാർട്ട് ടി വി ആണ്, കുറച്ചുകൂടി നമ്മുടെ ഫോണിലുള്ള ഓരോ അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുകയാണ് ടി വി. വേണമെങ്കിൽ നമുക്ക് പെൻഡ്രൈവ്, അത് ഒരുപാട് കാലം മുമ്പേ ഉള്ള ഒരു സംഭവമാണ്. പെൻഡ്രൈവ് കണക്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാവുന്നത്, ഗെയിം കളിക്കാവുന്നത്, അങ്ങനത്തെ ഒരുപാട് സംവിധാനമുള്ള ഒരു ഉപകരണം തന്നെയാണ് ടി വി. ടി വി എന്ന് പറയുമ്പോൾ നമ്മൾ 19ാം നൂറ്റാണ്ട്, അതായത് 1884 മുതൽ വരുവാന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പോൾ ആദ്യ കാലത്താണെങ്കിൽ അതിനകത്ത് മെക്കാനിക്കലായിട്ടുള്ള, അതായത് ആദ്യം ഇതുണ്ടായെന്ന് പറഞ്ഞാൽ സ്കാനിങ് ഡിസ്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് നമ്മൾ ചിത്രങ്ങൾ പതിപ്പിക്കാനും അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. പിന്നീട് അത് പരിണമിച്ച് 20കളും 30കളൊക്കെ ആയപ്പോഴത്തേക്കും അതിന് പിന്നീട് നമ്മൾ ഇമേജുകളൊക്കെ കടത്തിവിടുന്ന രീതിയിലായി. പിന്നെ അത് കാഥോഡ് റേ ട്യൂബ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, സെറ്റപ്പ് അതിനകത്തുണ്ട്. അതിലൂടെ ആ ഒരു സംവിധാനത്തിലൂടെ നമ്മൾ കടത്തി, പിന്നെ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങളിലേക്ക് അത് വഴിതെളിച്ചു. അത് പിന്നീട് അവസാനം ട്രാൻസിസ്റ്ററുകളുടെ ഒരു കടന്നുവരവായി കുറച്ചും കൂടെ നല്ല എഫിഷ്യൻ്റ് ആയിട്ട്, കുറച്ചും കൂടെ കാര്യക്ഷമതയുള്ള ട്രാൻസിസ്റ്ററുകളായി. പിന്നീട് അത് കേബിൾ ടി വികളിലോട്ടായി. പിന്നെ ഇങ്ങനെ ചെറിയ വലിയ മാറ്റങ്ങളൊക്കെ വന്ന് പിന്നെ അത് ഡിജിറ്റലായി, സ്മാർട്ട് ടി വി ആയി, നമ്മളിന്ന് കാണുന്ന തരത്തിലുള്ള ടി വി ആയി മാറി. അപ്പോൾ ഇതിന് ഒരുപാട് വലിയൊരു ചരിത്രമാണ്. അതാണ് ഞാൻ ചുരുക്കി ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. നമ്മൾ ഈ ആമുഖത്തിലൂടെ നമുക്ക് ചെറിയ രീതി മനസ്സിലാക്കിയിട്ട് ഒടുവിൽ നമുക്കത് അതിൻ്റെ വിശദമായ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നമുക്കിതിൻ്റെ അതിൻ്റെ അത്യാവശ്യം ദീർഘമായ ചരിത്രത്തിലേക്ക് നമുക്ക് നമ്മുടെ യാത്ര തുടരാം. ഇങ്ങനെ പല കാലത്തുള്ള ഈ മാറ്റങ്ങൾ കാരണം നമ്മുടെ വാർത്താവിനിമയ ശൃംഖലയിലും അല്ലെങ്കിൽ ആഗോളപരമായൊരു ബന്ധങ്ങൾ, അതായത് ഇപ്പോൾ ഒരു സ്ഥലത്തിരിക്കുന്ന ആൾക്ക് മറ്റൊരു സ്ഥലത്തെ, അങ്ങ് ദൂരെയുള്ള ഒരു സ്ഥലത്തെ, ഭൂമിയുടെ ഒരറ്റത്തിരിക്കുന്ന ആൾക്ക് ഭൂമിയുടെ മറ്റൊരു അറ്റത്തുള്ള ഒരാളുടെ കാര്യങ്ങളും അല്ലെങ്കിൽ അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ അറിയാനുള്ള ഒരു വാർത്താവിനിമയ ഉപകരണമാണ് ടി വി എന്നൊക്കെ പൊതുവെ പറയാവുന്നത്. ടി വി മാത്രമല്ല, ഫോണ്, അതായത് മൊബൈൽ ഫോൺ, അങ്ങനെ ഒരുപാട് ഉപകരണങ്ങളുണ്ട്, പത്രം ഒക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും
ടി വിയാണ് നമ്മൾ കൂടുതലും നമ്മുടെ വീട്ടിലൊക്കെ പത്രത്തോടൊപ്പം അല്ലെങ്കിൽ പത്രത്തെക്കാളും ഒക്കെ കൂടുതലും ടി വിയിലാണ് കാണുന്നവരാണ് കൂടുതൽ ആൾക്കാർ. അപ്പം ഇങ്ങനെ മാറ്റങ്ങൾ വന്ന് പിന്നീട് അത് 50കളോ 60കളൊക്കെ ആയപ്പോഴത്തേക്കും ട്രാൻസിസ്റ്ററും അങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. 21ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴത്തേക്കും ടി വിക്ക് HD, 4K, 8K, OLED അങ്ങനെ ഒരുപാട് റെസൊല്യൂഷൻ, അതായത് ടി വിയുടെ ഓരോ വലിപ്പവും അതിനകത്തെ പിക്ചർ, അതായത് പിക്സലൊക്കെ ആണല്ലോ. അപ്പോൾ അതിനകത്തെ കാര്യങ്ങളും ഇങ്ങനെ മാറ്റങ്ങൾ വന്നു. LCD, പ്ലാസ്മ, ഇതിൻ്റെയൊക്കെ ഉപയോഗം അതിനകത്ത് തെളിഞ്ഞു വന്നു. നമ്മൾ ഈ ടി വിയുടെ ഈ ചരിത്രം പറയുമ്പോൾ നമ്മൾ ആ ടി വി ഉണ്ടാക്കി അല്ലെങ്കിൽ ടി വിയെ കണ്ടുപിടിച്ച് അതിന് പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞന്മാരെ പറ്റിയും പറയണ്ടേ. അവരെപ്പറ്റി പറയാൻ നമ്മുടെ ഈ വീഡിയോ ഒരിക്കലും പൂർണ്ണമാവത്തില്ല. കാരണം അവരുടെ സംഭാവനകളാണ് ഇന്ന് കാണുന്ന ടി വിക്ക് ഒരു അടിത്തറ ഇട്ടതും അതിനെ പിന്നെ വളർത്തി ഇന്ന് ഒരു കാണുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത്. ടി വിയുടെ ഈ ആദ്യകാലത്തുള്ള ഈ പരിണാമത്തിന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൃഷ്ടിക്ക് പിന്നിൽ ഒരുപാട് സയൻറ്റിസ്റ്റുകളുണ്ട്. അതിൽ ചെറുതും വലുതുമായ സംഭാവന നടത്തിയ അനവധി സയൻറ്റിസ്റ്റുമാർ, ശാസ്ത്രജ്ഞന്മാരുണ്ട്. അവരിൽ ഏറ്റവും പ്രധാനികളായ 2 പേരാണ് ജോൺ ലോഗി ബിയേർഡ് എന്നും ഫിലോ ഫാൻസ്വർത്ത് എന്നും പറയുന്ന 2 ശാസ്ത്രജ്ഞന്മാരുണ്ട്. ഇവർ രണ്ടുപേരാണ് കൂടുതൽ അതിൽ സംഭാവന ചെയ്തത്. വേറെയും ശാസ്ത്രജ്ഞന്മാരുണ്ട്. ആരുടെയും അതായത് ഇവർ രണ്ടുപേരും മാത്രം വിചാരിച്ചുകൊണ്ടല്ല ടി വി ഉണ്ടായത്. ബാക്കി ഒരുപാട് സയൻറ്റിസ്റ്റുമാരുണ്ട്. അവരെല്ലാവരുടെയും ചെറുതും വലുതുമായ സംഭാവനകളും കൂടെ, അതായത് അവരൊരു പരിശ്രമവും അവർ തമ്മിലുള്ള സഹകരണം കൊണ്ടാണ് ടി വി ഇന്ന് കാണുന്ന നിലയിലേക്ക് വികാസം പ്രാപിച്ചത്. അപ്പം ജോൺ ലോഗി ബിയേർഡ് പ്രധാനമായിട്ടും ടി വിയുടെ മെക്കാനിക്കലായിട്ടുള്ള, അതായത് യാന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചു. അതിലാണ് അദ്ദേഹം കൂടുതൽ മികവ് തെളിയിച്ചത്. അതോടൊപ്പം തന്നെ ഫിലോ ഫാൻസ്വർത്ത് ആണെങ്കിൽ അദ്ദേഹം കൂടുതലിൻ്റെ ഇലക്ട്രിക് ആയിട്ടുള്ള അതിനകത്തുള്ള സർക്യൂട്ട് കണക്ഷൻ അങ്ങനത്തെ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം അതിലായിരുന്നു കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചത്. ഇവർ രണ്ടുപേരും ഇങ്ങനെ ഒരു സാധനത്തിന് തന്നെ 2 രീതിയിൽ ഇങ്ങനെ എക്സ്പെർട്ട് ചെയ്ത് അങ്ങനെ ചെയ്താണ് ടി വിയുടെ ഒരു ആദ്യകാല ഒരു മോഡൽ ഉണ്ടായി വരുന്നത്. ഇവർ രണ്ടുപേരും വേറെ ബാക്കി ശാസ്ത്രജ്ഞന്മാരും കൂടെയാണ് ടി വിയുടെ ഒരു പരിണാമത്തിന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടക്കത്തിൻ്റെ ഒരു വലിയൊരു വിപ്ലവകരമായൊരു കാരണത്തിന് അല്ലെങ്കിൽ അതിനൊരു വിപ്ലവകരമായൊരു മാറ്റത്തിന്, അതായത് നമ്മൾ ഇന്ന് കാണുന്ന വാർത്താവിനിമയത്തിനും ഒക്കെ പിന്നിലുണ്ടായ പ്രധാന ഒരു ചാലകശക്തി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഇത്ര നേരം ടി വിയുടെ ഒരു ചരിത്രത്തിൻ്റെ ഒരു ആമുഖമാണ് നമ്മൾ പറഞ്ഞു പോയത്. നമുക്കിനി ടി വിയുടെ ചരിത്രത്തെ ഒന്ന് വിസ്തരിച്ച് ആ ചരിത്രത്തെ വലിയൊരു ചരിത്രമാണ്. അതിനെ നമ്മളൊന്ന് ചുരുക്കി നമ്മളൊന്ന് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ആദ്യകാലത്ത് ടി വി കൂടുതൽ മെക്കാനിക്കലായിരുന്നു. ചെറിയ രീതിയിലുള്ള ഇലക്ട്രോണിക്സ് അതിനകത്ത് ഉള്ളത്. ചില സമയത്ത് ഇല്ലായിരുന്നു, തീർത്തും ഇല്ലായിരുന്നു. ചില സമയത്ത് അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും കുറച്ച് ഇലക്ട്രോണിക്സ് ഒക്കെ വന്നു, അതായത് കുറച്ച് സർക്യൂട്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ കറണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് വന്നു. അത് ആ ഒരു കാലഘട്ടം, പ്രത്യേകിച്ചും ടി വിയുടെ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 1880 മുതൽ 1920 വരെ ആയിരുന്നു. അപ്പോൾ അതിനകത്ത് ഇതിൻ്റെ തുടക്കക്കാരനെന്ന് പറയുന്നത് നമുക്ക് ടി വിയുടെ തുടക്കക്കാരനായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാവുന്നത് പൗൾ നിക്കോസ് എന്നൊരു ശാസ്ത്രജ്ഞനാണ്. അതായത് 1884 സ്കാനിങ് ഡിസ്ക് കണ്ടുപിടിച്ചു. ആ സ്കാനിങ് ഡിസ്കിലൂടെ നമുക്ക് ചിത്രങ്ങൾ പതിപ്പിക്കുക, വീഡിയോ അങ്ങനെയൊക്കെയാണ് അത് കേട്ടുള്ളത്. കൃത്യമായിട്ട് എനിക്കും അതിൽ പക്ഷേ ഒരുപാട് സങ്കീർണമായിട്ടുള്ളൊരു കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിനെ ആസ്പദമാക്കി അല്ലെങ്കിൽ അതിൽ നിന്നൊരു പ്രചോദനം ഉൾക്കൊണ്ടാണ് ജോൺ ലോഗി ബിയേർഡ് ഇതിൽ മാറ്റങ്ങളൊക്കെ വരുത്തി അവസാനം ഇതിനകത്തൂടി ചലിക്കുന്ന ചിത്രങ്ങളും മറ്റുമൊക്കെ ടി വിക്കകത്തൂടെ നീക്കിയതുമൊക്കെ അത് ട്രാൻസിസ്റ്റർ അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തത് നമുക്ക് കൃത്യമായിട്ട് അതിനകത്തൂടെ കടത്തി വിട്ടൊക്കെ ചെയ്തത്. ഇതിനെ ആദ്യകാലത്ത് ടി വിയിൽ ഒരു വലിയൊരു വിജയം, ഒരു നാഴികക്കല്ലായിട്ട് സൂചിപ്പിക്കും. അതിൻ്റെ തൊട്ടടുത്ത വർഷം, അതിൻ്റെ പിറ്റേ വർഷം 1926 അദ്ദേഹം ഇത് പബ്ലിക്കായിട്ട് ജനങ്ങളുടെ മുമ്പിൽ ഒരു പ്രദർശനം നടത്തി. ഇത് പബ്ലിക്കായിട്ടുള്ളൊരു പ്രദർശനം നടത്തി ടി വിയുടെ. 1926 ഈ ടി വിക്ക് ഇങ്ങനെ നമ്മൾ ചലിക്കുന്ന ചിത്രങ്ങളൊക്കെ ആളുകളെ കാണിച്ചു അദ്ദേഹം. ഇത് പ്രധാനമായിട്ടും എൻ്റെ മെക്കാനിക്കൽ
ഡിസ്ക് കറക്കിയാണ്. അതിനകത്ത് ഒരു ടൈപ്പ് ഡിസ്ക് ഉണ്ട്. ആ ഡിസ്കാണ് നമ്മൾ കറക്കിയും അങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് അത് ആദ്യകാലത്ത് ചെയ്തത്. പിന്നീട് അങ്ങോട്ട് ഇലക്ട്രോണിക്കിൻ്റെ ഒരു ഇറയായിരുന്നു, ഒരു കാലഘട്ടമായിരുന്നു തുടങ്ങിയത്. അപ്പോൾ ഇത് വലിയൊരു വീഡിയോ ആണ്, അതുകൊണ്ട് ഇത് 2 പാർട്ടാക്കി വേർതിരിക്കാൻ തീരുമാനിച്ചു. കാരണം ഇത് 20 മിനിറ്റ് അങ്ങനെ ചെയ്തു വന്നപ്പോഴത്തേക്കും ഒരുപാട് സമയമായി. അപ്പം അതുകൊണ്ട് ഇത് 2 പാർട്ടാക്കുവാണ്. ഫസ്റ്റ് പാർട്ട് ഉടനെ തന്നെ വരുന്നതാണ്. സെക്കൻഡ് പാർട്ട് അതായത് കുറച്ച് നാൾക്കകം തന്നെ സെക്കൻഡ് പാർട്ട് ഉടനെ തയ്യാറാക്കിക്കൊണ്ട്, അതായത് അത് റെഡിയാക്കി കുറച്ചും കൂടെ റെഡിയാക്കുന്നുണ്ട്. ഇതിന് ദൈർഘ്യത്തിൻ്റെയും ഒക്കെ പ്രശ്നം കാരണം സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ അല്പം വൈകിട്ടാണെങ്കിലും കഴിയുന്നത്ര വേഗത്തിൽ തന്നെ കൊണ്ടുവരാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഒരുപാട് നാളായി വീഡിയോ ചെയ്യാനൊക്കെ പറ്റിയിട്ട്, അത് തിരക്കൊക്കെ ഉണ്ടായിരുന്നു പരീക്ഷകളൊക്കെ. ഇപ്പോൾ അവധി ആയതുകൊണ്ട് ഇപ്പോൾ സമയമൊക്കെ എടുത്ത് സ്ക്രിപ്റ്റൊക്കെ എഴുതിയിട്ടാണ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി.